നിങ്ങൾ എത്ര പേരുണ്ട്? ആ ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഇതായിരുന്നാ മോളെ. ആ കൊള്ളാലോ. മയോണൈസ് ഇല്ലേ? ആ അമ്മ മയണീസ് മയോണൈസ് റെഡി. ലക്ഷ്മി, നീ ഇവളടുത്ത് പറഞ്ഞോ? മോളെ, ചെങ്ങോട്ടുകാവിലെ സ്ഥലം നിന്റെ പേരിൽ എഴുതിയിരിക്കുക. അവിടെ നീ നല്ലൊരു വീട് വെക്കണം. ഞാൻ നോക്കിയിട്ട് ഫ്ലാറ്റാ സൗകര്യം. നിങ്ങൾ രണ്ടുപേരുടെയെങ്കിലും അത്യാവശ്യം പൈസ ഇല്ലേ? സിറ്റിയിലൊരു ഫ്ലാറ്റ് വാങ്ങിക്കും. അതാകുമ്പോൾ ആ ലൈഫും കൂടെ എൻജോയ് ചെയ്യാമല്ലോ. അതൊക്കെ നീ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ കെട്ടിയും കൂടെ അങ്ങ് വാങ്ങിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് വേണം കല്യാണം. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതെ, നമ്മൾ റിട്ടയർഡ് സർവേയുടെ എൻ്റെ പൊന്നച്ഛ, അച്ഛനെ പോലുള്ള ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെ ഒന്നും എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കല്ലേ. എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കോന്തനായ മതി. അല്ല വിൻചേട്ടാ? ആ ബെസ്റ്റ്. വേലയെങ്കിലുമില്ലാത്ത ഇവനെയാണ് നീ സപ്പോർട്ട് വിളിക്കുന്നത്. എന്തായാലും നീ കെട്ടാൻ പോണ ഒരുത്തിന് ജോലി വേണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനൊരു ആലോചന പോലും വരാത്തത്. ഇനിയും വരുന്നവരത് എന്ത് പറയാൻ? നല്ല രീതിയിൽ ചിക്കൻ ചൂടെന്ന് പറയാനാ. ഉപദേശം ചോദിക്കാൻ പറ്റിയ ആള്. ഹലോ, ഇതെന്താ പലഹാരമൊക്കെയായിട്ട്? നാളെ സിസ്റ്റർ US പോകുന്നു. ഓ, സിസ്റ്റർ മാരേജ് ഒക്കെ ശരിയായോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ എന്തേ? ഒന്നുമില്ല. നിങ്ങളെ സിസ്റ്ററെ കിട്ടുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ US പറക്കല്ലേ. പിന്നെ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി. എന്ത് സ്വത്താണ്? ഇന്നലെ തന്നെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, എൻ്റെ സ്വത്തെല്ലാം അവളുടെ പേരിൽ അങ്ങ് എഴുതി കൊടുക്കാൻ. ഇതിനൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശിഷ്ടകാലം അച്ഛനും അമ്മയും നോക്കി ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്. കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പെങ്ങളാന്ന് കരുതി എല്ലാത്തിനും അങ്ങനെ കൊടുക്കരുത്. എൻ്റെ അനുഭവം തന്നെ വെച്ച് പറയാ. അവകാശങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങണം. എന്തിനാ ഈ അവകാശമൊക്കെ? ഈ കുറച്ചാൾ മുമ്പേ ചെങ്ങോട്ടുകാവിൽ ഞാൻ കുറച്ച് സ്ഥലം എടുത്തു. ചെങ്ങോട്ടുകാവിലോ? അത് ഞാൻ അച്ഛൻ്റെ പേരല്ലേ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്നലെ എല്ലാവർക്കും കൂടെ ഒരേ നിർബന്ധം, അത് എൻ്റെ പേരിൽ തന്നെ തിരിച്ചെഴുതാൻ. ഞാൻ പറഞ്ഞു പേരിലൊക്കെ എന്തിരിക്കുന്നു, പെങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. ശരിയെന്നാ ഞാൻ കൂടി ചെല്ലട്ടെ. എന്ത് നല്ല മനുഷ്യൻ. കിട്ടിയാടോ? അതെല്ലാം വെയിറ്റ് നോക്കി വെച്ചോ. ഇതുപോലെ ആ മോളെ, ഇതിങ്ങനെ ചുറ്റി വെക്കാം. എന്നാ പിന്നെ ലീക്ക് ആവില്ല. വെച്ചോ വെച്ചോ. അതെ, എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവളെ പോലെ അമേരിക്കയിലെത്തിയനെ. അമേരിക്കയിലല്ലടാ, നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും. ഡിഗ്രി എടുത്ത് എത്ര വർഷം കൊണ്ടാ? 1 or 2 അല്ല, 6 വർഷം. നീ ഒരു കാര്യം ചെയ്യ്, ഈ പെട്ടിയൊക്കെ എടുത്ത് കാറി കൊണ്ടുപോയി. നിന്നെ കൊണ്ട് അതേ പറ്റൂ. അമേരിക്കയിൽ പോകണം പോലും. മോളെ, അതൊക്കെ എടുത്ത് മറക്കാതെ ആത്തുപോയി. അച്ഛൻ ഇത് എന്താച്ചാ? അവനൊരു തമാശ പറഞ്ഞല്ലേ. നിങ്ങൾ എന്തിനാ അതേ കയറി പിടിച്ച? നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ ഒരു പെരുമാറ്റം. ഓ, അമ്മ പറഞ്ഞ ശരിയല്ലേ? പാവം ചേട്ടൻ.
ഹലോ, സമയമായി ഇറങ്ങണ്ടേ? ഇതുവരെ വിട്ടില്ലേ ബിനുവേട്ടാ? അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ ബിനുവേട്ടന്? വാ. ഞാൻ വരുന്നില്ല. ഏ? എന്നാ റെസ്റ്റ് എടുക്ക. ഞങ്ങൾ ഇറങ്ങട്ടെ? എത്തിയിട്ട് വിളിക്കാം കേട്ടോ. അച്ഛാ, അമ്മ, ശരിക്കും ചേട്ടനെ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഒലക്ക! ഹ്. താൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഡോ, പാർക്കർ പേരെ എന്നാ കണ്ടുപിടിച്ചത് തനിക്കറിയോ? കമ്പനി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് അവർ പേര തന്നെ കണ്ടുപിടിച്ചത് അറിയോ? തനിക്ക് ഇനി ചരിത്രം അറിയണോ? രണ്ടാം ലോക മഹായുദ്ധം അന്ന് ഹിറ്റ്ലർ ചത്തു. അവര് തോൽവി സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്ത ഏത് പേന ഉണ്ടാ? പാർക്കറും ഉണ്ട്. അതും ആ പേന അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട്. ആരോടാ ഈ തർക്കിക്കണേ? അതും ഒരു തഹസിൽദാരായിരുന്ന എന്നോട്. പാർക്കർ തന്നെയാണ് ഷീഫേഴ്സിനെ കാട്ടിയും വലുത്. മനസ്സിലായ? ആ ശരി. പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? എന്ത്? പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന്? പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം? ഷീഫറാണെന്ന് പറഞ്ഞാൽ അച്ഛനെന്താ പ്രശ്നം? അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെവിടെയെങ്കിലും വല്ല മത്സരം നടന്നിട്ടുണ്ടോ? അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന്? ഞാൻ നിന്നെ പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. തഹസിൽദാരായിരുന്നടാ, മനസ്സിലായ? അല്ലാതെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനല്ല. ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ? അത് കൊള്ളാം. അത് കൊള്ളാം. കൊള്ളാം. നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസിയുയിൽ വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും. അല്ലേ? എന്നിട്ട് അതിലൊരു മകളുണ്ടാകുന്നു. ഇതൊക്കെ കൊള്ളാവുന്ന രീതിയാണല്ലോ അല്ലേ? കൊള്ളാം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അച്ഛനും അമ്മയും മക്കളെ സ്നേഹിച്ചെന്ന്. 3 മാസം എൻ്റെ ഷെബിമോനകത്ത് കടന്നത്. അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. നിനക്ക് എന്തറിയടാ? 3 മാസം. 3 മാസം. വെറും 3 മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ? കൊള്ളാം. ടീച്ചറും കൊള്ളാം, തഹസിൽദാരും കൊള്ളാം. മകൻ വെന്തളിഞ്ഞ് ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? കൊള്ളാം. എന്റെ ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ? കൊള്ളാം, കൊള്ളാം. എന്നാലും അതെങ്ങനെ സാധിച്ചു? അന്നവന് നല്ല പവറായിരുന്നില്ലേ? ഒറ്റയടിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചത്. സ്വന്തം മകൻ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു? ആ, എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടേ എന്ത് മോശ. എനിക്കതല്ല,
നിഷിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരുന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അവള് ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാട്ട പുട്ടമ്മ. ഓ സൂപ്പർ. അച്ഛന് ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ. എനിക്ക് മതി. എനിക്കട്ടെ. അമ്മേ, നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം, ഒരു കാറ്. വേണോ ചാ? അമ്മയ്ക്ക് ശരി ചാ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ, നമുക്ക് മാറാം. സാറേ, അതെ, ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. ചേട്ടാ, എന്നാ ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക്? ഒന്ന് ശ്രദ്ധിച്ചേക്കണെങ്കിലേ. ആ മോനെ. ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല. അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ കൂടെ നിൽക്കണ്ടേ. സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കണം അത്രേ. അത് നല്ലതാ. ഏതായാലും താനും ഇവിടുന്ന് പോകില്ല എന്നുള്ള തൻ്റെ തീരുമാനം മാറ്റിയല്ലോ. മരിച്ചിട്ടാവും നമ്മളൊക്കെ പിരിയാന്ന് പറഞ്ഞത് വെറുതെ ആയി അല്ല ദാസ? അങ്കിളിൻ്റെ വിഷമം കണ്ടാൽ ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ. പക്ഷെ ഫ്ലാറ്റിലായതുകൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല. അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വൻ ടൈറ്റാണ്. മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരമില്ലേ അങ്ങോട്ട്. സാരമില്ല, ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി അങ്ങളെ. ശരി കയറാച്ചാ. അമ്മ താൻ എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ? അവൻ മിടുക്കനാ. അവൻ്റെ ഒരു ഉത്തരവാദിത്തം കണ്ടില്ലേ? നല്ല പയ്യനാവൻ. അച്ഛാ ശരി ശരി. ആ ശരി. സീറ്റ് ബെൽറ്റ് ഇടണേ അച്ഛാ.